DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ഷന് തൊട്ടുമുൻപായി മാർച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് 4000 രൂപയായി സംസ്ഥാനത്തെ 63 ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലും കൈകളിലും നൽകി അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാമെന്ന് സർക്കാർ സംവിധാനങ്ങളുടെ തീരുമാനം പാളിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈസ്റ്ററും ഇലക്ഷനുമൊക്കെ കഴിഞ്ഞായിരിക്കും പലർക്കും മാർച്ച് ഏപ്രിൽ മാസ പെൻഷനൊക്കെ കൈകളിലേക്ക് എത്തിച്ചേരുക. മാർച്ച് 31 സാമ്പത്തിക വർഷ ക്ലോസിംഗ് അവധിയും ഏപ്രിൽ ആദ്യ ദിനങ്ങളിൽ തുടർച്ചയായി ബാങ്ക് അവധികളും വരുന്നതിനാലാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുവാൻ പലർക്കും താമസം നേരിടുക. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നേരത്തെ സർക്കാർ അറിയിച്ച വിവരമനുസരിച്ച് മാർച്ച് 25 ബുധനാഴ്ച മാർച്ച് മാസത്തെ 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കേണ്ടതായിരുന്നു. ചൊവ്വാഴ്ച 3700 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഫെബ്രുവരി മാസത്തിൽ 25-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയത്. ഇതോടൊപ്പം ഏപ്രിൽ മാസ പെൻഷൻ വിഷു പ്രമാണിച്ച് മാർച്ച് 31 വിതരണം ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ മാർച്ച് 25 സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്താതെ പകരം മാർച്ച് മാസത്തെ പെൻഷനും ഏപ്രിൽ മാസത്തെ പെൻഷനും ഒന്നിച്ചു ചേർത്ത് മാർച്ച് 31 4000 രൂപയായി വിതരണം ചെയ്യുവാനാണ് തീരുമാനമെന്നറിയുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ ക്ലോസിംഗ് തീയതിയാണ് മാർച്ച് 31. കൂടാതെ ഏപ്രിൽ 1-ാം തീയതി പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിനാൽ ബാങ്ക് ഹോളിഡേ ആണ്. ഏപ്രിൽ 2 പെസഹ വ്യാഴം പ്രമാണിച്ച് ബാങ്ക് ഹോളിഡേ ആണ്. ഏപ്രിൽ 3 ദുഃഖവെള്ളി പ്രമാണിച്ചും ബാങ്ക് ഹോളിഡേ ആണ്. പിന്നീട് 4-ാം തീയതി ശനിയാഴ്ചയാണ് ബാങ്ക് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ 31 വിതരണം ആരംഭിച്ചാലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന കുറേ പേർക്കെങ്കിലും ഈസ്റ്ററിന് ശേഷമൊക്കെ ആയിരിക്കും തുക ലഭിക്കുക. ഓരോ മാസത്തെയും പ്രത്യേകമായിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയക്കുക. മാർച്ചിലെ 2000 രൂപ ക്രെഡിറ്റായി മണിക്കൂറുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആയിരിക്കും ഏപ്രിൽ മാസത്തെ 2000 രൂപ ക്രെഡിറ്റ് ആവുക. ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക ക്രെഡിറ്റ് ആയി 1-2 ദിവസം കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ഓരോ പ്രദേശത്തെയും പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ ബാങ്കുകളിലേക്ക് മാർച്ച് ഏപ്രിൽ എന്നീ 2 മാസങ്ങളിലെ പെൻഷൻ തുക എത്തി വിതരണം ചെയ്യേണ്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റും തയ്യാറാക്കി അതിനുശേഷമാണ് ജീവനക്കാർ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ഇതിന് 1-2 ദിവസത്തെ താമസമുണ്ടാകും. വീടുകളിലേക്ക് മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് 4000 രൂപയായിട്ടാണ് നൽകുന്നത്. ബാങ്ക് അവധിയും ദുഃഖവെള്ളിയുമെല്ലാം വരുന്നതിനാൽ ഈസ്റ്ററിന് മുമ്പ് എല്ലാ വീടുകളിലേക്കും ക്ഷേമ പെൻഷൻ വിതരണം എത്തിച്ചേരുകയില്ല. മാത്രമല്ല വീടുകളിലേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ 7 മുതൽ 9 പ്രവൃത്തി ദിവസം വരെ സാധാരണഗതിയിൽ എടുക്കാറുണ്ട്. അതിനാൽ തന്നെ വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന കുറേ പേർക്കെങ്കിലും ഏപ്രിൽ 9 ഇലക്ഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിലായിരിക്കും മാർച്ച് ഏപ്രിൽ പെൻഷൻ തുക എത്തിച്ചേരുക. അതുപോലെ ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമായ 200 മുതൽ 500 രൂപ വരെ ഉള്ളവർക്ക് ആ തുക സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് സാധാരണ കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര വിഹിത തുക എത്തുന്നത്. ഇത്തവണ 2 മാസത്തെ പെൻഷൻ നൽകുന്നതിനാൽ 400 മുതൽ 1000 രൂപ വരെ ആയിരിക്കും കേന്ദ്രവിഹിത തുകയായി എത്തുക. ഈ തുകയും ഈസ്റ്ററും ഇലക്ഷനുമൊക്കെ കഴിഞ്ഞായിരിക്കും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുവാൻ കൂടുതൽ സാധ്യത. ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ 9 മുഴുവൻ പേർക്കും ക്ഷേമ പെൻഷൻ തുക എത്താതിരിക്കുന്ന സാഹചര്യമുള്ളത് പരിഗണിച്ച് മാർച്ച് 30 തിങ്കളാഴ്ച മുതൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മാർച്ച് 30 തിങ്കളാഴ്ച ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണെങ്കിൽ അക്കാര്യം അപ്പോൾ തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. ഒട്ടേറെ മാസത്തെ കുടിശ്ശികയുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ 5 മാസത്തെ തുക ഇപ്പോൾ ക്ഷേമനിധി ബോർഡിൽ നിന്നും എല്ലാ ജില്ലാ ഓഫീസുകളിലേക്കും കൈമാറിയിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് വരും ദിവസങ്ങളിൽ തന്നെ 5 മാസത്തെ പെൻഷൻ തുകയായ 8000 രൂപ ക്രെഡിറ്റ് ആകുന്നതാണ്. പഴയ കുടിശ്ശികയായതിനാൽ 2000 രൂപ വീതമല്ല 1600 രൂപ വീതമാണ് 5 മാസത്തെ പെൻഷൻ തുക എത്തിച്ചേരുക. എല്ലാവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.